നല്ല മഴയായിരുന്നു വൈകിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് മുറ്റത്തിറങ്ങിയത്. അപ്പം മഴയൊക്കെ തോർന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, മുറ്റത്ത് നല്ല തണുപ്പായതുകൊണ്ട് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ നന്നായിട്ട് മുല്ല വിരിഞ്ഞിട്ടുണ്ട്. മുല്ലപ്പൂ ഒരുപാട് മൊട്ടുമുണ്ട്. മുല്ല ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു എന്താ പറയണ്ടേ, പൂ കൃഷി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറ്റത്ത് കുറച്ച് പൂക്കളുണ്ട്. ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിൻ്റെ വള്ളിയും കൂടി ഇതിൻ്റെ കൂടെ പടർന്നിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് റോസാണ്. റോസും ഉണ്ട്. റോസ് ഒറ്റൊന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്കിഷ് കളർ റോസാണ്. വേറെ എന്താ ഉള്ളത്? വേറെ ഇതൊക്കെ എന്താ പേര് എന്നറിയില്ല. ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട് ഇവിടെ. പിന്നെയുള്ളത് അതിൻ്റെ ഇപ്പം കണ്ടതിൻ്റെ റെഡല്ല, റെഡ് തന്നെ, റെഡ് പൂ. പിന്നെയുള്ളത് ഈ മഞ്ഞ, ഈ ഒരു മഞ്ഞപ്പൂവ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. പേരറിയുന്നവർക്ക് പറയാം. പിന്നെയുള്ളത് ഈ മഞ്ഞ തന്നെ അത് ഒരുപാടുണ്ട്. ഒരു ബുഷ് പോലെ ആയിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ ഒരു ഓറഞ്ച് പൂ, ഒരു ജമന്തി ടൈപ്പ് പൂ പോലത്തത്, അതുമുണ്ട് കുറച്ച്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, എന്തൊക്കെ ചെടിയാണ്. ഇതിൻ്റെ മുകളിൽ പൂക്കളൊന്നും അങ്ങനെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ ചെടിയാണ്. പിന്നെ മുറ്റത്ത് ഇവിടെ ആയിട്ട് ഇച്ചിരി എന്താ പറയുക, കടലാസ് പൂവില്ലേ, കടലാസ് പൂവല്ല, മൊസാണ്ട എന്ന് പറഞ്ഞാൽ വെള്ള മൊസാണ്ട. ഇത് വൈറ്റ് മൊസാണ്ടയുണ്ട് കുറച്ച്. പിന്നെ കുറച്ച് തുളസി അങ്ങനെയൊക്കെ. പിന്നെ ഇതൊക്കെ കാലി ചട്ടിയാണ്. അങ്ങനെ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല. കുറച്ച് മണ്ണും കുറച്ച് വളമൊക്കെ നിറച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല. പിന്നെ ഈ ഓറഞ്ച് ചെടി കുറച്ച് അധികം ഉണ്ട് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും ഇത് ഇവിടെയുണ്ട്, ഇപ്പുറത്തെ സൈഡുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് അധികമായിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഉള്ളൂ.